ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ചർച്ചകൾ ഇതെല്ലാം തന്നെയാണ് പ്രധാനമായിട്ടും ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കമാൻഡോകൾ ഇറാനുള്ളിൽ കടന്നു കയറി അവിടെ ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം പോലും സ്ഥാപിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇസ്രയേലിന് വേണ്ടിയിട്ട് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ, ഡ്രോണുകളെയൊക്കെ തകർക്കുന്ന ഒരാക്രമണം നടത്തി. എന്ന് പറഞ്ഞാൽ ട്രോജൻ യുദ്ധമുറയെ കടമെടുത്തതുപോലെയുള്ള ഒരു യുദ്ധമുറ. നമുക്കറിയാം, ഗ്രീക്ക് ചരിത്രത്തിലൊക്കെ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ പേജർ ആക്രമണമൊക്കെ നടത്തിയതിന് സമാനമായ രീതിയിൽ ഇസ്രയേലിൽ നിന്നും വാഹനങ്ങളിൽ ആയുധങ്ങൾ ഇറാനിലേക്ക് കടത്തുന്നു. എന്നിട്ട് മൊസാദിൻ്റെ ഏജൻറ്റുമാർ അവിടെ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുന്നു, അതും ഈ ടെല്ലവീവിന് സമീപത്തായിട്ട്. അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കേന്ദ്രമാണ് അവർ സജ്ജമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉന്നത സൈനിക മേധാവി അടക്കം ആദ്യത്തെ 4 പേരെ ഇറാൻ ഇപ്പോൾ നഷ്ടമായത്. അതായത് സൈനിക പദവിയിലിരിക്കുന്ന, ഉന്നത പദവിയിലിരിക്കുന്ന 4 പേരെയാണ് ഇറാന് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ഇസ്രയേൽ ഒരു ശസ്ത്രക്രിയ നടത്തുന്നത് പോലെ വളരെ സൂക്ഷ്മമായി തന്ത്രപരമായ ആക്രമണം, പ്രിസൈസ് അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ എവിടെയാണ് ഉണ്ടാവുക, രാത്രിയിൽ ഇവരുടെ നീക്കം എങ്ങോട്ടായിരിക്കും, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി 200ഓളം വിമാനങ്ങൾ, സ്ക്വാഡ്രണുകൾ അടങ്ങിയ വിമാനങ്ങളാണ് ഇതെല്ലാം പറന്നു വരുന്നു. എന്നിട്ട് ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ പ്രതിരോധിക്കുമെന്ന് കരുതിയെങ്കിലും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മൊത്തം നിശ്ചലമാക്കാൻ മൊസാദിൻ്റെ തന്ത്രപ്രധാനമായ ഓപ്പറേഷനിലൂടെ സാധിച്ചു. അപ്പോൾ ഇതുകൊണ്ട് ഇസ്രയേലിന് വലിയ വിജയമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇസ്രയേൽ പെട്ടെന്ന് തന്നെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, ജനങ്ങളോട് പറയുന്നു പുറത്ത് കൂട്ടം കൂടി നിൽക്കരുത്, നിങ്ങൾ ബങ്കറുകൾക്കുള്ളിൽ തന്നെ കഴിയണം. ഏതാണ്ട് ഒരാഴ്ച വരെ ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടാകും. സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതുപോലെ ഓഫീസുകൾക്കെല്ലാം തന്നെ അവധി നൽകി വളരെ തന്ത്രപരമായ നീക്കം അവർ നടത്തുന്നു. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള 5 ആണവ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അലസിപ്പിരിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇറാൻ ആണവായുധം കൈവരിക്കും, അല്ലെ നേടിയെടുക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഇറാനും തിരിച്ച് ആക്രമണമൊക്കെ നടത്തി. അതായത് ടെല്ലവീവിലേക്ക്, അതുപോലെ തന്നെ ജെറുസലേമിലേക്ക്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും സുപ്രധാനമായ ചരിത്ര പ്രാധാന്യമുള്ള നഗരങ്ങളാണ്. ഇവിടേക്ക് ആക്രമണം നടത്തി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാൻ്റെ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ്റെ ഈ ആക്രമണത്തിനായിട്ട് പ്രധാനമായും ഉപയോഗിക്കുന്നത് പഴയ എയർക്രാഫ്റ്റുകളാണ്. അതായത് ഷാ ഭരണകൂടത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന, അതായത് 1979കളിലൊക്കെ ഉണ്ടായിരുന്ന എയർക്രാഫ്റ്റുകൾ മറ്റുമാണ് ഇവർക്കുള്ളത്. അപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനത്തിനും കുറച്ച് കാലപ്പഴക്കമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക കുറേ കാലമായി ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടുകൂടി അമേരിക്കയിൽ നിന്ന് വാങ്ങിയ വിമാനങ്ങളുടെ അടക്കം പാർട്സ് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഇറാനിലുണ്ടായി. അങ്ങനെ ഇറാനിൽ ഈ പറയുന്ന വിമാനങ്ങളുടെ, മിസൈലുകളുടെയൊക്കെ ഒരു കാര്യത്തിൽ പിന്നോക്കം പോകേണ്ടി വന്നു. എന്നാൽ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ചില അത്യന്താധുനിക യുദ്ധോപകരണങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം റഷ്യയുമായിട്ട് ഇവർക്ക് അടുത്ത സഹകരണമുണ്ട്. ഇപ്പം ഉക്രൈൻ റഷ്യ യുദ്ധത്തിനിടയിൽ ധാരാളമായിട്ട് ഡ്രോണുകൾ റഷ്യ ഉപയോഗിച്ചത് ഈ ഇറാൻ നൽകിയ ഡ്രോണുകളായിരുന്നു. ഒപ്പം തന്നെ ചൈനയുമായിട്ടും ഇറാൻ നല്ല ബന്ധമുണ്ട്. പക്ഷേ ഈ ചൈനീസ് യുദ്ധോപകരണങ്ങളുടെ കാര്യമൊക്കെ നമുക്കറിയാം. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടെ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് യുദ്ധോപകരണങ്ങളൊക്കെ എങ്ങനെ തകർന്ന് തരിപ്പണമായെന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരം യുദ്ധോപകരണങ്ങൾ ഇറാനെ സഹായിച്ചോ എന്ന് നമുക്കറിയില്ല. ഇവിടെ ഇപ്പം നെതന്യാഹുവിന് രാജ്യത്ത് വലിയൊരു ഇമേജ് സൃഷ്ടിക്കാൻ സാധിച്ചു. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരിക്കണമോ ആ രീതിയിൽ തന്ത്രപരമായ നീക്കം ഇവിടെ നെതന്യാഹു നടത്തി. അപ്പോൾ 6ാം ഘട്ട ചർച്ച അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാൻ പോകുന്നു ആണവ നിരായുധീകരണം സംബന്ധിച്ച്. ഈ ചർച്ചയിൽ ഫലമൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവരുടെ നയതന്ത്ര പ്രതിനിധികളെ ഉൾപ്പെടെ പിൻവലിച്ചത്. അപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന സൂചന പറഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ അനുമതിയില്ലാതെ നെതന്യാഹു ഈ ഇറാനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒക്കെ കൂടെ ഒരു പിന്തുണയിൽ നടത്തിയ ആക്രമണമാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ തിരിച്ചടി, അവർക്ക് വേദനാജനകമായ തിരിച്ചടി നൽകും ആയത്തുള്ള അലി ഖമനൈ പറയുകയാണ്. അപ്പം ആയത്തുള്ള അലി ഖമനയുടെ സന്തത സഹചാരി, സൈന്യാധിപൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട 4 പോസ്റ്റുകളിലിരിക്കുന്ന 4 ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു.
കൊല്ലപ്പെട്ടിട്ടും അയത്തുള്ള അലി ഖമനേയി ഇപ്പോഴും തിരിച്ചടിക്കുമെന്ന് പറയുന്നു. കാരണം ഇവരുടെ ആണവ പരീക്ഷണം ഇനി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത് എന്ന് കരുതി നഥാൻസ് മേഖലയിലാണ് വലിയ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഖമനേയി പറയുന്നത് അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ പിന്തുടർച്ചക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ പരീക്ഷണ ഗവേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഈ നഥാൻസ് മേഖലയിൽ തന്നെ ഏതാണ്ട് 3 നിലകളോളം ഭൂമിക്കടിയിലുള്ള വലിയ കെട്ടിടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും ഉള്ളിലാണ് ഈ ഗവേഷണ പരിപാടികളൊക്കെ നടത്തുന്നതെന്നുമുള്ള സൂചനകൾ പുറത്തു വരുന്നു. അതുകൊണ്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നാട്ടിൽ തന്നെ വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്നു. എന്തിനും അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഒരു അവിശ്വാസ വോട്ടെടുപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ നെതന്യാഹുവിന് പുറത്തേക്ക് പോകേണ്ടി വരും. മാത്രമല്ല ഒരു ക്രിമിനൽ കേസും അദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് നെതന്യാഹു ഇറാനെ തകർക്കുന്ന രീതിയിലുള്ള വളരെ കൃത്യമായ ആക്രമണം നടത്തിയത്. തിരിച്ച് ഇപ്പം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. എല്ലാം ഈ അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനം കൊണ്ട് തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ടെല്ലവീവിലും ജെറുസലേമിലും നേരിയ തോതിൽ ആക്രമണം നടന്നു, അല്ലെങ്കിൽ മിസൈലുകൾ വന്ന് പതിച്ചു എന്ന് ഇസ്രായേലിന് സമ്മതിക്കേണ്ടി വന്നത്. അങ്ങനെ സമ്മതിക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തെ ഇറാൻ ആക്രമിച്ചു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു, അല്ലെ ഒരു സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശസ്നേഹികളായ ഇസ്രായേലി ജനത നെതന്യാഹുവിൻ്റെ കൂടെ നിൽക്കും, തിരിച്ചടി കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള ശക്തമായ ഒരു തിരിച്ചടി നൽകും. മാത്രമല്ല ഇവിടെ ഒരു ഡ്രോൺ ബേസ് സ്റ്റേഷൻ ഇസ്രായേലുകാർ ഇറാനുള്ളിൽ സ്ഥാപിച്ചു എന്നത് ഈ പറയുന്ന നെതന്യാഹുവിന് വലിയൊരു കീർത്തിയാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇത്തരം ഒരു മൊസാദിൻ്റെ ഓപ്പറേഷൻ, തന്ത്രപരമായ ഓപ്പറേഷൻ എല്ലാം തന്നെ നേതൃത്വം നൽകിയത് നെതന്യാഹുവാണ്. അവരുടെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഉണ്ട്, മൊസാദിൻ്റെ കമാൻഡോകളുണ്ട്, ഇസ്രായേലി എയർഫോഴ്സ് ഉണ്ട്. ഇവരെല്ലാം കൂടെ സംയുക്തമായ ഒരു ആക്രമണം നടത്തിയപ്പോൾ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പം വൻതോതിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ പ്രത്യാക്രമണം നടത്തി. പക്ഷേ അതിനെയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. എങ്കിലും ജെറുസലേമിലും ടെല്ലവീവിലുമൊക്കെ നാശനഷ്ടം വരുത്തിയത് ഒരു തുടക്കമാണെന്നും ഞങ്ങൾ ഇനിയും ശക്തമായ ആക്രമണം നടത്തുമെന്നും പറയുന്നു. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ചു. അപ്പം ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ എത്രയോ നാളുകളായി ആയുധ ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ഇന്ത്യക്ക് GPS ഉൾപ്പെടെയുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളുമൊക്കെ ഇസ്രായേലിന് നൽകാനുള്ള ഒരു കരാറിൽ നമ്മൾ ഒപ്പുവെച്ചു. അതായത് ഇറാൻ്റെ കയ്യിൽ തന്ത്രപ്രധാനമായ എയർക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ പുതിയ മിസൈലുകളോ ഒന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനവും അതുപോലെ തന്നെ മിസൈലുകളും തദ്ദേശീയമായി വികസിപ്പിച്ചത് ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നെതന്യാഹു ചർച്ച നടത്തിയെന്നുള്ളത് ഇറാനെയും അലട്ടുന്നുണ്ട്. കാരണം ഇറാനുമായിട്ട് മോശമല്ലാത്ത ബന്ധം നമുക്കുണ്ട്. ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ചാബഹാർ തുറമുഖം ഇപ്പോൾ നമുക്കാണ് വിട്ടു തന്നിരിക്കുന്നത്. മാത്രമല്ല ഓയിൽ വ്യാപാരം ഇന്ത്യയും ഇറാനുമായിട്ട് എത്രയോ കാലമായിട്ട് നടക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിയാൻ വരുമ്പോഴൊക്കെ ഇറാനാണ് ഈ പാകിസ്ഥാന് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നത്. ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം ആണവശക്തിയാകുന്നതിനെ എതിർക്കുകയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആക്രമണമൊക്കെ നടത്തിയത്. കാരണം ഈ ഇറാൻ ഇങ്ങനെ ഒരു ആണവശക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ജൂതരാഷ്ട്രമായ ഇസ്രായേലിനാണ്. അതുണ്ടാകാതിരിക്കാൻ പതിറ്റാണ്ടുകളായി അവർ മെനഞ്ഞെടുത്ത തന്ത്രങ്ങൾ ഇന്നലെ പ്രയോഗിച്ചു, ഇന്നും പ്രയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും മോദിയെ നെതന്യാഹു വിളിച്ചു എന്നുള്ളത് ഇറാനിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ വളരെ മികച്ച ആയുധങ്ങൾ ഇന്ത്യയുടെ ആയുധ സംഭരണശാലകളിലുണ്ട്. ഇത് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം. അത്തരത്തിലുള്ള ഒരു നീക്കം ഇനി മോദിയും നെതന്യാഹുവും കൂടി നടത്തുമോ എന്നുള്ളത് ഇറാനും സംശയമുണ്ട്, ലോകരാജ്യങ്ങൾക്കും സംശയമുണ്ട്. എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണങ്ങളെല്ലാം നടന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. പശ്ചിമേഷ്യ പൂർണ്ണമായും സംഘർഷഭരിതമാണ്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതി ഇസ്രായേൽ സർവ്വസജ്ജമായി തന്നെ നിലകൊള്ളുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.